ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. ഇന്ന് നമ്മൾ വീണ്ടും നറൂട്ടോ കുട്ടപ്പന്റെ ഒരു അടിപൊളി എപ്പിസോഡാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡ് വളരെയധികം ട്വിസ്റ്റോട് കൂടെയാണ് എൻഡ് ചെയ്തത്. സോ നിങ്ങളെ പോലെ തന്നെ അടുത്ത എപ്പിസോഡിന് ഞാനും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോ ഓവർ ഇൻട്രോ പറഞ്ഞ് ലാഗ് അടുപ്പിക്കാതെ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടന്നതല്ല. എപ്പിസോഡിന് തുടക്കത്തില് നമ്മുടെ കുട്ടപ്പൻ നറൂട്ടോയും സാസുകയും കൊല്ലാനായിട്ട് ഹക്കു തയ്യാറെടുക്കുമ്പോ നമ്മുടെ സാക്കുറ നിലവിളിച്ച് പറയും, ഗായ്സ് ബി കോൺഫിഡന്റ്, വിട്ടുകൊടുക്കരുത്, അവനെ അടിച്ച് തൂഫാനാക്കണമെന്ന്. ഇത് കേട്ട് കലിപ്പടിച്ച കാക്കാസി ആവട്ടെ, സാക്കുറ ദയവായിട്ട് നീ ഒന്നും മിണ്ടാതിരിക്കേ. ഏതെങ്കിലും ഒരു സാഹചര്യത്തില് ഹക്കുവിന് അവരുടെ ഐഡിയ പിടികിട്ടിയാല് പിന്നെ പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല എന്ന് അവളെ വിലക്കും. യഥാർത്ഥത്തില് നമ്മുടെ പിള്ളേര് ഇന്നേ വരെ ആരെയും കൊന്നിട്ടില്ല. ഫൈറ്റ് ചെയ്യാനും ഡിഫെൻഡ് ചെയ്യാനും മാത്രമാണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഹക്കുവിന്റെ കാര്യം നേരെ മറിച്ചാണ്. അവന്റെ വില്ലേജില് ചെറുപ്പം മുതല് മറ്റുള്ളവരെ കൊല്ലുന്ന കാര്യമാണ് അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരെയും തല്ലിക്കൊല്ലാൻ അവന് യാതൊരു മടി ഉണ്ടാവില്ല എന്ന് കാക്കാശിക്ക് മനസ്സിലാവും. എന്താ ഇനിയിപ്പോ ചെയ്യാ? സബൂസ, നറൂട്ടോ അവർ രണ്ടുപേരും വലിയ അപകടത്തിലാണെന്ന് പറഞ്ഞ് സാക്കുറ ബഹളം വെക്കുമ്പോ കാക്കാശി പല പല കാര്യങ്ങള് ചെകഞ്ഞ് കിളഞ്ഞ് ആലോചിക്കാൻ തുടങ്ങും. ഞാനിവിടെ സാക്കുറെ തനിച്ചാക്കി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബൂസ ടാസുനെ കൊന്നുകളയും. ടാസുനെയും സാക്കുറയും നോക്കി ഞാൻ ഇവിടെ ഇരുന്നാല് നറൂട്ടോയും സാസുകയും പെട്ടിയിലാവും. അതുകൊണ്ട് എന്റെ ക്ലൗണുകൾ ഉപയോഗിച്ചാലോ? പക്ഷേ സബൂസയ്ക്ക് അത് മനസ്സിലാക്കി അതിനെ എതിർക്കാനും സാധിക്കും. ഇങ്ങനെ ആവശ്യമില്ലാതെ ജിപ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ചക്രാസ് ഒരുപാട് വേസ്റ്റ് ആവും. അതുകൊണ്ട് എന്റെ അവസാന കൈയായ 18ാം അടവ് ഷെരീങ്കൺ ടെക്നിക്ക് തന്നെ യൂസ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ അതിന് തയ്യാറെടുക്കാൻ തുടങ്ങാണ്. ഓ ബേബി, നീ വീണ്ടും ഷെരീങ്കൺ ടെക്നിക്ക് ഉപയോഗിക്കാൻ തുടങ്ങുകയാണോ? ഇനി അത് എന്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞ് വലിയൊരു കത്തിയെടുത്ത് സബൂസ ആ ഒരു കണ്ണ് തന്നെ കുത്തി പൊട്ടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് വരുമ്പോ കത്തി കറക്കിയെടുത്ത് വലിച്ചൊടിച്ച് അവന്റെ കയ്യിൽ തന്നെ കുത്തിയിട്ട് പുറകോട്ട് തള്ളിയിടും. ഷെരീങ്കൻ കണ്ണ് കണ്ട് ഭയന്ന സബൂസേനെ എന്നേക്കുമായിട്ട് കാക്കാശി ലോക്ക് ചെയ്യാൻ ആലോചിക്കുമ്പോഴാണ് ഇവനെ കഴിഞ്ഞും 10 മടങ്ങ് ശക്തിശാലിയാണ് ഹക്കു എന്നുള്ള കാര്യം തിരിച്ചറിയുക. ഒരുപക്ഷെ ഇവനെ കൊന്നാലും ഹക്കുവിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നാലോചിക്കുമ്പോ സാക്കുറ പോലും പേടികൊണ്ട് വിറതുള്ളും. ഹക്കുവിന്റെ നേതാവ് മറ്റാരുമല്ല, സാബുസയാണ്. എല്ലാ ടെക്നിക്കുകളും വളരെ കൃത്യമായിട്ട് അവനെ പഠിപ്പിച്ച് ഒരു നല്ല നിഞ്ച തന്നെ ആക്കി മാറ്റി. അതും പോരാഞ്ഞ് ഹക്കു ആവട്ടെ അവനെ കൊണ്ട് പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ട്രെയിനിങ് ചെയ്ത് ആർജിച്ചെടുക്കുകയും ചെയ്തു. അവൻ ഫൈറ്റ് ചെയ്യാനായിട്ട് മാത്രം ജനിച്ചവനാണ്, ഒരു ഫൈറ്റിംഗ് എഞ്ചിൻ. എത്ര പേര് വന്നാലും ഹക്കു അവരെ പുഷ്പം പോലെ തല്ലി ഓടിക്കും. അവന് ഹൃദയം എന്നൊന്നില്ല. അവന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് അവൻ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാല് എന്നെ പോലും അവന് അടിച്ചു തെറിപ്പിക്കാൻ കഴിയും. കാരണം കക്ക ഗംഗായി പവർ അവന്റെ കയ്യിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഞാനിത് നോക്കി നിൽക്കില്ല, ഞാൻ പരാജയപ്പെടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ വീണ്ടും വീണ്ടും ക്ലൗൺസിനെ ഉണ്ടാക്കി ഹക്കുവിനെ അടിച്ചു തോൽപ്പിക്കാൻ പോകുമ്പോ ഈ കാര്യം കണ്ട ഹക്കു മിന്നൽ വേഗത്തില് പാഞ്ഞു പാഞ്ഞ് നറൂട്ടോയും സാസുകയും വീണ്ടും വീണ്ടും നീഡിൽ ഉപയോഗിച്ച് ഉപദ്രവിക്കാനായി ശ്രമിക്കും. പക്ഷെ ഇത്തവണ ഹക്കു മൂവ് ചെയ്യുന്ന കാര്യം കറക്റ്റ് ആയിട്ട് നമ്മുടെ സാസുക നോട്ട് ചെയ്യും. താഴെ കിടക്കുന്ന വെള്ളം തെറിപ്പിച്ച് അതിലൂടെ റിയൽ ഹക്കു എവിടെയാണെന്ന് സാസുക കണ്ടെത്താൻ ശ്രമിക്കുമ്പോ അത് സക്സസ് ആവും. വെള്ളം ഉപയോഗിച്ച് അവനെ കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇനി ആ വെള്ളത്തിന്റെ കൂടെ ഒരായുധം കൂടെ ചേർത്താല് ഹക്കുവിന്റെ കഥ എളുപ്പത്തിൽ കഴിക്കാന്ന് സാസുക കണക്ക് കൂട്ടുമ്പോ ഇവിടെ സബൂസ ആവട്ടെ ഹക്കുവിന്റെ പ്രകടനത്തില് വികാരം കൊണ്ട് നിൽക്കുകയാണ്. ഷെരീങ്കൻ ടെക്നോളജി പുറത്തെടുക്കാൻ ശ്രമിക്കുന്ന കാക്കാഷിയോട് കഴിഞ്ഞ ഫൈറ്റില് നീ എന്നെ അടിച്ചു പരത്തിയപ്പോ ആ ഫൈറ്റ് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഹക്കു നോക്കി നിൽപ്പുണ്ടായിരുന്നു. നീ എങ്ങനെ ഫൈറ്റ് ചെയ്യും, എന്തൊക്കെ ടെക്നിക്ക് ഉപയോഗിക്കുമെന്ന് അവന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇത്തവണ നിന്റെ പണിയൊന്നും ഏൽക്കാൻ പോവില്ല എന്ന് സബൂസ അഹങ്കാരത്തോടു കൂടെ പറയുമ്പോ പറഞ്ഞതും പോരാഞ്ഞ് അവിടെ മുഴുവൻ പുകപടലം പടത്തി പരസ്പരം കാണാത്ത രീതിയിലാക്കി കളഞ്ഞിട്ട് സബൂസ ആവട്ടെ അവിടുന്ന് എസ്കേപ്പ് ആവും. ഏത് നിമിഷം വേണമെങ്കിലും വലിയൊരു ആക്രമണം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നീ ടാസുനയ്ക്ക് കാവൽക്കാരിയായി നിൽക്കാനായിട്ട് സാക്കുറയോട് പറയും. അവൾക്ക് കാക്കാശിയിൽ വിശ്വാസമുണ്ട്, അതുപോലെ തന്നെ നറൂട്ടോയിലും സാസുകയിലും അതിനപ്പുറം വിശ്വാസമുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ടാസുനെ ഞാൻ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ടാസുനയ്ക്ക് ബോഡി ഗാർഡായിട്ട് നിൽക്കാണ് നമ്മുടെ പെങ്കൊച്ച്. ഹക്കു കുറെ നേരം ചെക്കന്മാരിട്ട് കളിപ്പിച്ച് ഇനിയും ഞാനിവരെ തട്ടിയില്ലെങ്കിൽ മിക്കവാറും സബൂസ് എന്നെ തട്ടും.
അതിനു മുമ്പ് ഞാൻ നിന്നെ വെട്ടിലാക്കുമെന്ന് പറഞ്ഞ് വീണ്ടും നറൂട്ടോ അവന്റെ ക്ലൗഡ്സ് ഉപയോഗിക്കുമ്പോ ഗ്യാപ്പില് സാസുക ആവട്ടെ ഫയർബോൾ ടെക്നിക്കൂടെ ഉപയോഗിക്കുമെങ്കിലും അവൻ അതിവിദഗ്ധമായിട്ട് രക്ഷപ്പെട്ട് രണ്ടുപേരെയും തൊഴിച്ച് ഒരു മൂലക്കിടും. അടങ്ങി നിൽക്കാതെ നറൂട്ടോ വീണ്ടും വീണ്ടും ഫൈറ്റ് ചെയ്യുമ്പോ സാസുക ഗ്യാപ്പില് ആ ഒരു ഫയർ ടെക്നിക്ക് വീണ്ടും പ്രയോഗിക്കും. പക്ഷെ ഇത്തവണ സംഗതി ചെറുതായിട്ടൊന്ന് ഏറ്റു. സാസുകയുടെ ബോഡിയിലും അതുപോലെ തന്നെ ഹക്കുയുടെ ബോഡിയിലും ചെറുതായിട്ട് തീയൊന്ന് കത്തുന്ന കണ്ടിട്ട് അവന്റെ പ്ലാൻ സക്സസ് ആയെന്ന് അവൻ മനസ്സിലാക്കാൻ തുടങ്ങും. ഇവിടെ പുറത്ത് സബൂസ ഒരുപാട് പുകയിട്ട് കാക്കാഷിക്കെതിരെ ഒളിയാക്രമണം നടത്താൻ ശ്രമിക്കുമ്പോ കാക്കാഷി ആവട്ടെ ഇവൻ എവിടുന്നാ വരികയെന്നറിയാതെ അവിടേക്ക് ഇവിടേക്ക് നോക്കുമ്പോ സബൂസയ്ക്ക് പകരം ഒരുപാട് നിഞ്ച കത്തികളാണ് അവന് നേരെ വരിക. ഒരൊറ്റ ആംഗിളില് അതൊക്കെ തട്ടിത്തെറിപ്പിച്ച് പുറകോട്ട് നോക്കുമ്പോ ദാണ്ട് നിൽക്കുന്നു സബൂസ അവന്റെ തൊട്ടുപുറകില്. പക്ഷെ ഇത്തവണ ഷെരിങ്ക ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്റെ ടെക്നിക്കുകള് കാക്കാഷി മനസ്സിലാക്കാതിരിക്കാനായിട്ട് സബൂസ അവന്റെ കണ്ണൊക്കെ മൂടിക്കെട്ടി ഒരു പർദ്ദ ഇട്ടോണ്ടാണ് നമ്മുടെ ആളുടെ മുമ്പിൽ വരിക. പക്ഷെ സബൂസയ്ക്ക് ഇപ്പോഴും മനസ്സിലാവാത്തത് ഒരേ ഒരു കാര്യമാണ്. ഇവരുടെ ഫസ്റ്റ് ഫൈറ്റില് നിനക്ക് ഫ്യൂച്ചർ കാണാൻ കഴിയുമെന്ന് സബൂസ ചോദിക്കുമ്പോ യെസ് ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഫ്യൂച്ചറിൽ നിന്നെ ഞാൻ തല്ലിക്കൊല്ലുമെന്ന് കാക്കാഷി പറഞ്ഞ കാര്യം നമ്മുടെ സബൂസ പേടിയോടെ ഇപ്പൊ ഓർത്തെടുക്കും. പക്ഷേ അവൻ എന്നെ കൊല്ലാൻ കഴിഞ്ഞില്ലല്ലോ, അപ്പോഴേക്കും ഹക്കുവിനെ രക്ഷപ്പെടുത്തിയില്ലേ. അപ്പൊ അന്ന് സംഭവിച്ചത് കാക്കാഷിയുടെ വെറും ബിഡൽസ് ആണെന്ന് മനസ്സിലാക്കി ഷെരീങ്ക ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവൻ പിടിച്ചു നിൽക്കുന്നതെന്ന് നമ്മുടെ സബൂസ മനസ്സിലാക്കും. കാക്കാഷി ആദ്യമായിട്ട് അവന്റെ റിയൽ ഐ കൊണ്ട് സബൂസ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കണ്ടെത്തും. പിന്നീട് ഷെരീങ്കനായി വെച്ച് അത് കോപ്പി ചെയ്ത് അങ്ങനെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇത്തവണ പുക മുഴുവൻ കട്ടയ്ക്ക് വിട്ടതിന് ശേഷം അവന്റെ ഷെരീങ്കൻ കണ്ണു മറച്ച് അവനെ എങ്ങനെയെങ്കിലും അറ്റാക്ക് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് സബൂസ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സബൂസയുടെ മറ്റൊരു പവർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചെറിയ സൗണ്ട് പോലും ഒബ്സർവ് ചെയ്ത് കണ്ടെത്തിയിട്ട് സൈഡിൽ നിന്നും ചെരിഞ്ഞും വളഞ്ഞൊക്കെ അവനെ കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ഇതും കൂടെ കേൾക്കുമ്പോ കാക്കാഷിക്ക് മനസ്സിലാവും തന്റെ കാര്യം ഏകദേശം തീരുമാനമായെന്ന്. ഇവിടെ സസൂക്കയും കുട്ടപ്പൻ നറൂട്ടോയും എന്താ ചെയ്യാന്നറിയാതെ കണ്ണുമിഴിച്ച് നിൽക്കുമ്പോ ഹക്കുവിന് ചെറിയൊരു പേടി അവന്റെ ഉള്ളില് കടന്നുകൂടും. അതായത് നേരത്തെ ആ ഒരു അറ്റാക്കില് ഹക്കുവിന്റെ പാവാട നമ്മുടെ സാസുക ഒന്ന് കത്തിച്ചു കളഞ്ഞു. അതുകൊണ്ട് അവനിപ്പോ ഹക്കുവിന്റെ മൂവ്മെന്റ്സ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് ഹക്കു തിരിച്ചറിയും. സാസുക നറൂട്ടോയോട് പറയും, നിനക്കെന്നെ സഹായിക്കാമോ? ഇത്തവണ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരാം. ഞാൻ കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുമെന്ന് നറൂട്ടോ പറയുമ്പോ ഷാഡോ ക്ലൗൺ ജിപ്സ് യൂസ് ചെയ്യാൻ ഒരുപാട് എനർജി ആവശ്യമാണ്, നിന്നെ കൊണ്ട് അതൊരിക്കൽ കൂടെ ചെയ്യാൻ സാധിക്കുമോ എന്ന് സാസുക നറൂട്ടോയോട് ചോദിക്കുമ്പോ പിന്നെന്താ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞ് ചാടി നിൽക്കുമ്പോ സാസുക ആവട്ടെ അവന്റെ മുഴുവൻ പ്ലാനും പറഞ്ഞു കൊടുക്കും. നീ ഷാഡോ ക്ലോൺ യൂസ് ചെയ്യുന്ന അതേ സമയത്ത് ഞാനും ഹക്കുവിനെ അറ്റാക്ക് ചെയ്യും. ഈ സമയത്ത് ഹക്കു വീണ്ടും സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോ നീ പുറത്തു പോയിട്ട് അവനെ അറ്റാക്ക് ചെയ്യണം, ഞാൻ അകത്തു നിന്നും അവനെ അറ്റാക്ക് ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തില് നമുക്ക് അവന്റെ കഥ കഴിക്കാന്ന് സാസുക വലിയൊരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കും. നറൂട്ടോ കേട്ട പാതി കേൾക്കാത്ത പാതി ഒരു വിധത്തില് ക്ലൗൺസ് ഉപയോഗിച്ച് പുറത്തേക്ക് ഓടുമ്പോ ഹക്കു അവനെ ഫോളോ ചെയ്തു പോകുന്ന കണ്ട സാസുക ആവട്ടെ അവന്റെ ഫയർ ജിപ്സു കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോ ഹക്കു തെന്നി മാറി ഒരു നീഡിലെടുത്ത് സാസുകയുടെ നെഞ്ചത്ത് ഒരു കുത്തും വെച്ചു കൊടുത്ത് പുറത്തേക്ക് വന്ന നറൂട്ടോയുടെ മുമ്പിൽ കയറി മാസായിട്ട് നിൽക്കും. സാസുക വീണ്ടും ചാടിയിട്ട് വീണ്ടും നമുക്കൊന്നുകൂടെ ശ്രമിക്കാം. ഹക്കു ആ ഒരു ജിപ്സ് യൂസ് ചെയ്ത് ഇപ്പൊ തളർന്നിട്ടുണ്ട്, ഈ ഒരു ഗ്യാപ്പില് നമുക്ക് രക്ഷപ്പെടാന്ന് പറഞ്ഞ് നറൂട്ടോയെ പിരികേറ്റുമ്പോ അവനാവട്ടെ വടക്കോട്ട് ഓടും, സാസുക ആവട്ടെ തെക്കോട്ട് ഓടും. നിങ്ങൾ എന്തൊക്കെ കന്നന്തരവ് കാണിച്ചാലും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആദ്യം സാസുകയുടെ മേലെ ഒരു സൂചി എറിഞ്ഞ് അവനെ സൈഡാക്കുമ്പോ സാസുകയുടെ കരച്ചിൽ കേട്ട് പാവൻ നറൂട്ടോ ഞെട്ടിയ സമയത്ത് ഒരു സൂചി ഉപയോഗിച്ച് പാവൻ നമ്മുടെ കുട്ടപ്പനെയും സൈഡാക്കും. ഹക്കു എങ്ങനെ അടിക്കും എവിടുന്ന് അടിക്കുന്ന പേടിച്ച് ചുരുണ്ടു പോവാണ് പാവൻ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ. കുറെ നാളായിട്ട് ഫൈറ്റ് ചെയ്യാത്തോണ്ട് തന്നെ കാക്കാഷിക്ക് സബൂസെ എങ്ങനെ ഫൈറ്റ് തോൽപ്പിക്കണം എന്നറിയാതെ വണ്ടറടിച്ച് അവനെ നോക്കി നിൽക്കും. ഈ സമയത്ത് നമ്മുടെ കുടിയനമ്മാവൻ നിലവിളിച്ച് കരയാൻ തുടങ്ങും. നോ! തിരിഞ്ഞു നോക്കുമ്പോ സാക്കുറയുടെയും അതുപോലെ തന്നെ കുടിയനമ്മാവന്റെയും പുറകിലായിട്ട് സാബുസ. ഈ കാഴ്ച കണ്ട് ഷോക്കായ നമ്മുടെ കാക്കാഷി ഞൊടിയിടയില് കറങ്ങി തിരിഞ്ഞ് ടാസുരയുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോ പക കൊണ്ട് കണ്ണുമൂടിയ സബൂസ ആവട്ടെ അവന്റെ വാളെടുത്ത് ഒരൊറ്റ വീച്ച് ബ്ലഡ് ചീറ്റി തെറിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.